ബ്രെസയുടെ ഫ്രണ്ട് ഡോറിലേക്ക് കോമ്പോണൻറ്റ് പയനിയറിൻ്റെ സ്പീക്കറാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത്. കൂടാതെ നമ്മൾ ബ്ലൂ സ്റ്റാറിൻ്റെ ഫ്രണ്ട് ബാക്ക് റെക്കോർഡിംഗ് ക്യാമറ, ബാക്ക് ഡോറിലേക്ക് നമ്മൾ JBL സ്പീക്കറാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ബിജോയ് എന്ന് പറഞ്ഞ ചേട്ടനാണ്. നമ്മുടെ വീഡിയോ കാര്യങ്ങളെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട് അദ്ദേഹം നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ ബ്രെസ്സയാണ് ഈ കിടക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ സർവീസ് വളരെ നല്ലതായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച ലൈറ്റ് ഇദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ നിന്ന് എനിക്ക് കിട്ടി. അത് നല്ല രീതിയിൽ എനിക്ക് അദ്ദേഹം ബിൽഡ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ ഞാൻ വെരി ഹാപ്പിയാണ്. വെൽക്കം ബാക്ക് ടു cartechsr മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിരിക്കുന്നത് ഏറ്റവും പുതിയ ബ്രെസ്സയിലാണ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വർക്കുകൾ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം, ഫ്രണ്ട് ബാക്ക് റെക്കോർഡിംഗ് ക്യാമറ, കൂടാതെ 4 ഡോറിലേക്കും സ്പീക്കർ സിസ്റ്റം, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ബ്രെസ്സയിൽ ചെയ്യാൻ പോകുന്നത്. വീണ്ടും ബ്രെസ്സകൾ തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ബലെനോ, ബ്രെസ, അതുപോലെ തന്നെ ബേസ് മോഡൽ വണ്ടികൾ കൂടുതലായിട്ട് ഇപ്പോൾ ഇറങ്ങുന്നതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വർക്ക് നമുക്ക് വരുന്നതും ബ്രെസയും ബലെനോ, ഗ്ലാൻസ അങ്ങനെയുള്ള വണ്ടികൾ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് പേര് ഈ വാഹനം ബുക്ക് ചെയ്തിരിക്കുന്നവരും വണ്ടി കയ്യിൽ കിട്ടി ആക്സസറീസുകളെല്ലാം എങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മളിങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ലൈക്കൊക്കെ ഒന്ന് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കമൻറ്റ് ബോക്സ് ചെയ്യുക. പിന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറും കാര്യങ്ങളെല്ലാം നമ്മളിതിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വിവരങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ ചെയ്ത ഓരോ പാർട്സിൻ്റെയും വിലകൾ, നമ്മൾ ഈ ആക്സസറീസുകളുടെ ഫിറ്റിങ്സും കാര്യങ്ങളും എല്ലാം അടക്കമുള്ള വിലകൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര് മെസ്സേജ് ചെയ്ത് നമ്മളോട് ചോദിക്കുന്നുണ്ട്, അതിൻ്റെ വില എത്രയാണ്, അതൊക്കെ ചോദിക്കാൻ വേണ്ടി കുറേ പേര് പറയുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൃത്യമായിട്ട് ഇതിൻ്റെ വില മെൻഷൻ ചെയ്യും. പുതിയ ബ്രെസ്സ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. ബാക്കിൽ വരുന്ന 2 ഡോറിലേക്ക് നമ്മൾ JBL സ്പീക്കറാണ് ചെയ്തേക്കുന്നത്. 2 ബാക്ക് ഡോറിലേക്കും നമ്മൾ JBL സ്പീക്കർ സിസ്റ്റമാണ് ചെയ്തേക്കുന്നത്. ഫ്രണ്ടിൽ പയനിയറിൻ്റെ കോമ്പോണൻറ്റ് സ്പീക്കറാണ് ചെയ്യണത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പയനിയറിൽ നമുക്ക് വരുന്ന ട്യൂട്ടർ കമ്പനി കൊടുക്കുന്ന ഈ ഓപ്ഷനിലേക്ക് തന്നെ നമ്മൾ ട്യൂട്ടർ പിടിപ്പിക്കാനാണ് നോക്കുന്നത്. കൂടാതെ നമ്മുടെ ബ്ലൂ സ്റ്റാറിൻ്റെ സ്റ്റീരിയോ നമ്മുടെ ഇൻസ്റ്റാളേഷൻ പൂർണ്ണമായിട്ട് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പയനിയറിൻ്റെ സ്പീക്കർ നമുക്ക് പിടിപ്പിക്കാനുണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ട് ബാക്ക് റെക്കോർഡിംഗ് ക്യാമറ, നമ്മുടെ ഫ്രണ്ട് ക്യാമറ നമ്മൾ സാധാരണ രീതിയിൽ വെക്കാറുള്ള ആ മിററിൻ്റെ സെൻറ്റർ മിററിൻ്റെ ഈ പോർഷനിൽ തന്നെയായിട്ടാണ് നമ്മൾ ഫ്രണ്ട് ക്യാമറ നമ്മൾ പിടിപ്പിച്ചത്. ഇനി നമുക്ക് ബാക്ക് ക്യാമറയുടെ വയറിങ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിക്കിയുടെ ആ പോർഷനിൽ തന്നെയാണ് നമ്മൾ ബാക്ക് ക്യാമറയും നമ്മൾ പിടിപ്പിക്കാൻ പോകുന്നത്. ഇത് രണ്ടും നമുക്ക് കറക്റ്റ് റെക്കോർഡിങ് തന്നെയുള്ള ഒരു ഓപ്ഷനുള്ള ക്യാമറകൾ തന്നെയാണ് കേട്ടോ. HD ക്യാമറകളാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്യുന്നത്. ബ്രെസയിലേക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം കയറുമ്പോൾ തന്നെ ആ ഡാഷ്ബോർഡിൻ്റെ ഭംഗി അടിപൊളിയാണ് കേട്ടോ. ബാക്ക് ഡോറിലെ 2 സ്പീക്കറിൻ്റെയും ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. JBL നമ്മൾ ബാക്കിലേക്ക് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലേക്ക് കോമ്പോണൻറ്റ് സ്പീക്കേഴ്സ് പയനിയറിൻ്റെ ഫിറ്റിംഗ് കഴിഞ്ഞു. അതേ നമ്മൾ ഡോറ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഒരു ട്യൂട്ടറിൻ്റെ വയറിങ് കാര്യങ്ങൾ ഫിറ്റിങ്സ് കാര്യങ്ങൾ ബാക്കിയുള്ളൂ. ഇതാണ് നമ്മൾ ഇന്ന് ഈ ബ്രെസയിലേക്ക് ചെയ്തിരിക്കുന്ന പയനിയറിൻ്റെ കോമ്പോണൻറ്റ് സ്പീക്കേഴ്സ്. 390 വാട്ട്സ് മാക്സിമം പവറുള്ള കോമ്പോണൻറ്റ് സ്പീക്കേഴ്സാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കൂടാതെ ബാക്ക് ഡോറിലേക്ക് ചെയ്തിരിക്കുന്ന JBL സ്പീക്കർ ഇതാണ് കേട്ടോ. 350 വാട്ട്സ് പീക്ക് പവർ, 35 വാട്ട്സ് RMS ഉള്ള സ്റ്റേജ് 1 എന്ന കാറ്റഗറിയിൽ പെടുന്ന ഒരു JBL സ്പീക്കറാണ് നമ്മൾ ബാക്ക് ഡോറിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത്. പയനിയറിൻ്റെ കോമ്പോണൻറ്റ് സ്പീക്കറിൻ്റെ കൂടെ വരുന്ന ട്യൂട്ടറാണ് കേട്ടോ. അത് വളരെ ചെറുതാണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നമ്മളിന്ന് ബ്രെസയുടെ ആ സെയിം കമ്പനി കൊടുക്കുന്ന ഓപ്ഷനിലേക്ക് തന്നെ ഇത് നമ്മൾ ഫിഗ്മെൻറ്റ് കറക്റ്റാക്കും. അതേ പയനിയറിൻ്റെ കോമ്പോണൻറ്റ് ട്യൂട്ടർ ബ്രെസയുടെ കറക്റ്റാ വരുന്ന ഓപ്ഷനിലേക്ക് തന്നെ നമ്മൾ ഫിറ്റിങ്സ് കഴിഞ്ഞു കേട്ടോ. നമ്മൾ പാക്കിങ് നമ്മുടെ കയ്യിലുണ്ട്. ഇനി സ്റ്റീരിയോയുടെ ഫിറ്റിങ്സ് പൂർണ്ണമായും കഴിയാൻ ബാക്കിയുണ്ട്. അതിൻ്റെ വയറിങ് കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തതിന് ശേഷം ആ മുകളിലത്തെ കവറും കാര്യങ്ങളെല്ലാം ക്ലോസ് ചെയ്യും. ഇനി നമുക്ക് അതിൻ്റെ വർക്കിങ് കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. ട്യൂട്ടറിൻ്റെ അതേ ഫിറ്റിങ്സ് അതേ കവറിൽ തന്നെ നമ്മളതിൻ്റെ ഫിറ്റിങ്സ് നമ്മളെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ഇതേ പയനിയറിൻ്റെ വയറിംഗ് ആണ് കേട്ടോ ഈ കപ്ലർ പോലെ കിടക്കുന്നത്. ഇനി നമുക്ക് ഈ വയർ ഇതിൽ ഇതുപോലെ നമുക്ക് കൃത്യമായിട്ട് ഈ സോക്കറ്റിലേക്ക് നമുക്ക് പ്ലഗ് ചെയ്യാവുന്നതേ ഉള്ളൂ. കറക്റ്റ് പ്ലഗ് ചെയ്യുക. നമുക്കിതിൻ്റെ വർക്കിംഗ് എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്ന് കാണിച്ചു തരാം. നമുക്ക് കൃത്യമായിട്ട് ഇതേ കമ്പനി കൊടുക്കുന്ന അതേ ഓപ്ഷനിലേക്ക് തന്നെ നമ്മളത് സോക്കറ്റ് ചെയ്ത് വെച്ചു.
അപ്പോൾ നമ്മുടെ ട്യൂട്ടറിൻ്റെ ഫിഗ്മെൻറ്റ് കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ബാക്ക് ക്യാമറ ഒന്ന് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ക്യാമറ, അതുപോലെ തന്നെ നമുക്ക് ബാക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ബാക്ക് ക്യാമറ കറക്റ്റായിട്ട് കിട്ടും. ഇത് രണ്ടും നമുക്ക് റെക്കോർഡിംഗ് ആണ് കേട്ടോ വരുന്നത്. ഫ്രണ്ടും ബാക്കും റെക്കോർഡിംഗ് ക്യാമറയാണ് നമ്മുടെ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. കാഴ്ചയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള ഒരു ആൻഡ്രോയിഡ് തന്നെയാണത്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ക്യാമറ. രണ്ടും HD ക്യാമറ തന്നെയാണ് കേട്ടോ. നമുക്ക് പെർഫോമൻസ് ആണ്. JBLും പയനിയറും നമുക്ക് നല്ല ക്വാളിറ്റിയിലുള്ള വർക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സെലക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ, ബ്രസയിലേക്ക് ഫിറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്നവർ ഒന്നും നോക്കണ്ട, ബാക്കിലേക്ക് നല്ല അടിപൊളി JBLൻ്റെ 2 സ്പീക്കറും ഫ്രണ്ടിലേക്ക് പയനിയറിൻ്റെ കോമ്പണൻറ്റും വെച്ചോ. നിങ്ങൾ നിരാശപ്പെടേണ്ടി വരില്ല. അത്രയും നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ളൊരു സൗണ്ട് തന്നെയാണ് നമുക്കതിൽ നിന്ന് കിട്ടണം കേട്ടോ. ഞാനിപ്പോൾ വെച്ചിരിക്കുകയാണ്. നമുക്ക് കേട്ടാൻ മനസ്സിലാവുമ്പോൾ അതിൻ്റെ വർക്കിംഗ് അടിപൊളി പെർഫോമൻസ് ആണ്. അപ്പോൾ ഈ ഒരു വർക്കിംഗ് കേട്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.